മികച്ച ഭാവിക്ക് മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ തിരഞ്ഞെടുക്കണം. വർഷങ്ങളുടെ പാരമ്പര്യം, ഏറ്റവും മികച്ച അക്കാഡമിക്. നിംസിലൂടെ പഠിക്കാം, ഉയരങ്ങളിലേക്ക് പറക്കാം. നിംസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പട്ടാമ്പി, ഒറ്റപ്പാലം, കൊച്ചി. 8714791666. വിദ്യാർത്ഥികൾ സമൂഹത്തോട് പ്രതിബദ്ധത പുലർത്തുന്നവരായിരിക്കണമെന്ന് വി.കെ. ശ്രീകണ്ഠൻ എം.പി. പട്ടാമ്പിയിൽ ഉന്നത വിജയികൾക്കുള്ള എം.പിയുടെ എക്സലൻസ് അവാർഡ് വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വി.കെ. ശ്രീകണ്ഠൻ എം.പി. പട്ടാമ്പി രാജപ്രസ്ഥം ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു അവാർഡ് ദാന ചടങ്ങ് സംഘടിപ്പിച്ചത്. വി.കെ. ശ്രീകണ്ഠൻ എം.പി. ഭദ്രദീപം തെളിയിച്ച് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി ഷൊർണൂർ നഗരസഭകളിലെയും ഓങ്ങല്ലൂർ, വല്ലപ്പുഴ, മുതുതല, കുലുക്കല്ലൂർ, വിളയൂർ, കൊപ്പം, തിരുവേഗപ്പുറ പഞ്ചായത്തുകളെയും വിദ്യാലയങ്ങളിൽ നിന്നും SLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കാണ് എം.പിയുടെ എക്സലൻസ് അവാർഡ് നൽകി ആദരിച്ചത്. വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന യുവസമൂഹം സമൂഹത്തോടെ പ്രതിബദ്ധത പുലർത്തുന്നവരായിരിക്കണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ വി.കെ. ശ്രീകണ്ഠൻ എം.പി. സൂചിപ്പിച്ചു. അതെങ്ങനെയാണ് സർഗാത്മകമായി വന്ന എല്ലാവരും രാവിലെ പാട്ട് പാടില്ല, പാട്ട് പാടാൻ കഴിയുന്നവർ, പാട്ട് കേൾക്കാൻ കഴിയുന്നവർ, ഇതെല്ലാം ആസ്വദിക്കാൻ കഴിയുമ്പോഴാണ് നന്മയുള്ള മനസ്സുള്ള ആളുകളായിട്ട് വളരാൻ പറ്റും. പഠിച്ച് നല്ല മാർക്ക് കിട്ടി ഫുൾ A+ കിട്ടിയ അവർ നന്നാവണമെന്നുള്ളൂ. അവരും കേടുവരാനുള്ള സാധ്യത ഈ സമൂഹത്തിലുണ്ട്. ഇപ്പൊ നല്ലൊരു 1ാം തരം കളക്ടർ എന്ന് പറഞ്ഞാൽ IAS കിട്ടിയ ആളെ കളക്ടറാക്കുക. ആ കളക്ടർ എടുത്ത് പാവപ്പെട്ട ആളുകൾ ചെല്ലുമ്പോൾ കാണാൻ സൗകര്യമില്ല, അവരോട് മോശമായിട്ട് പെരുമാറി, അവരോട് ചീത്ത വിളിച്ചു പറഞ്ഞാൽ ആ പഠിച്ചത് കൊണ്ടോ IAS കിട്ടിയത് കൊണ്ടോ വല്ല കാര്യമുണ്ടോ? അപ്പൊ പഠിച്ചുകൊണ്ട് കാര്യമില്ല, നമുക്ക് നല്ല മനസ്സ് വരും. ആ മനസ്സ് നമ്മൾ എങ്ങനെ രൂപപ്പെടുത്തിയെടുക്കും? നമ്മളെല്ലാവരും സ്നേഹിക്കാൻ പഠിക്കും, എല്ലാവരോടും സൗഹാർദ്ദം നമുക്ക് പുലർത്താൻ കഴിയും. അതുപോലെ ആദരിക്കേണ്ടവരെ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം. മുതിർന്നവരെ മാത്രമല്ല, അധ്യാപകരെ, മാതാപിതാക്കളൊക്കെ ബഹുമാനിക്കണം. അത് മാത്രമാണ് അവശത അനുഭവിക്കുന്നവരോട് കാരുണ്യം വേണം. അതായത് മനുഷ്യന് മാത്രം കാരുണ്യം ഉണ്ടാവും. ആർദ്രമായ മനസ്സുണ്ടാകാൻ ആർക്കറിയാം? മനുഷ്യനാണ് ഉണ്ടാവുള്ളൂ. അപ്പൊ ആ സ്നേഹവും സൗഹൃദവും കാരുണ്യവും ആർദ്രതയും നിറഞ്ഞ മനസ്സുണ്ടെങ്കിൽ നമ്മൾ ഉന്നത സ്ഥാനത്തെത്തുമ്പോൾ നമ്മൾ വന്ന വഴികളെങ്ങനെയാ, ഈ പാവപ്പെട്ടവൻ നമ്മളടുത്ത് കരുണ അന്വേഷിച്ച് വരുമ്പോൾ അവരെ സഹായിക്കുന്ന എനിക്ക് ഉത്തരവാദിത്തമുണ്ട്. ചടങ്ങിൽ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A.P. രാമദാസ്, പട്ടാമ്പി നഗരസഭാ ചെയർമാൻ ടി.പി. ഷാജി, വൈസ് ചെയർപേഴ്സൺ അസ്ന ഹനീഫ, മുതുതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A.P. മണി, വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീലടി സുധാകരൻ, മറ്റു ജനപ്രതിനിധികൾ, തിരുവേപ്പുറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T.P. കേശവൻ, മറ്റു ജനപ്രതിനിധികൾ, UDF നിയോജകമണ്ഡലം നേതാക്കൾ ഉൾപ്പെടെയുള്ളവരും പങ്കെടുത്തു. വിദ്യാർത്ഥികൾക്കായി കരിയർ ഗൈഡൻസ് ക്ലാസും ഉണ്ടായിരുന്നു.